ഹലോ എവരിവൺ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ എൻ്റെ റെസിപ്പി കണവ അല്ലെങ്കിൽ കൂന്തൽ കറി. ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായപ്പം കടുക് പൊട്ടിക്കാനിട്ടു. പിന്നെ നല്ല ജീരകം കൊടുത്തിട്ടുണ്ട് കേട്ടോ, ചെറിയ ജീരകം. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം സവാള, ഒരു മീഡിയം സൈസിലുള്ള സവാള ഒരു 2 എണ്ണമാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. രണ്ടും നല്ല ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കണം. സോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നന്നായിട്ട് സോട്ട് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ സോൾട്ട് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അതിനുശേഷം ഞാൻ കുറച്ച് കറി ലീവ്സ് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ടൊമാറ്റോ ആഡ് ചെയ്യാണ്. ടൊമാറ്റോ ഞാനിവിടെ ഒരു വലിയ സൈസിലുള്ള ഒരു ടൊമാറ്റോ ആണ് എടുത്തിരിക്കുന്നത്. ആ ഒരു തക്കാളി ചോപ്പ് ചെയ്ത് ഒരു മീഡിയം സൈസായിട്ട് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതും സോട്ട് ചെയ്തെടുക്കുകയാണ്. തക്കാളി കുറച്ച് ഉടഞ്ഞ് വെന്ത് വരുമ്പോൾ ഞാൻ പിന്നെ പൗഡേഴ്സ് ആഡ് ചെയ്യുകയാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇത്രയും പൗഡേഴ്സാണ് ആഡ് ചെയ്യുന്നത്. അപ്പം മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണും, മുളക് പൊടി ഞാൻ 3 ടീസ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് മല്ലിപ്പൊടി 2 ടീസ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ മിക്സ് നന്നായിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ച കണവ അല്ലെങ്കിൽ കൂന്തൽ അത് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് അങ്ങ് ഇട്ടു. ചിലരിത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യും, ചിലർ ഇങ്ങനെ കട്ട് ചെയ്യും. അപ്പം ഞാൻ ഇപ്രാവശ്യം ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്. യൂഷ്വലി ഞാൻ റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്യാറ്. അപ്പം ഈ ഒരു ദിസ് ടൈം ഞാൻ ഇങ്ങനെയാണ് കേട്ടോ കട്ട് ചെയ്തത്. ഈ ഒരു സ്ക്വയർ പോലെ ഷേപ്പിൽ കട്ട് ചെയ്ത് ഫുൾ ഞാൻ ക്ലീൻ ചെയ്ത് എടുത്ത കൂന്തൽ ഫുൾ എടുത്തിട്ടുണ്ട് കറിക്ക് വേണ്ടിയിട്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിനെ ഒന്ന് തിളയ്ക്കാനായിട്ട് വെക്കണം. കാരണം ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അടച്ച് വെച്ചൊന്ന് വേവിക്കണം കേട്ടോ. അതിനുശേഷം നമുക്കിതിലേക്കൊരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യാനുണ്ട്. അപ്പം ഇത് നന്നായിട്ട് അടച്ച് വെച്ചൊന്ന് തിളപ്പിക്കണം. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു മെയിൻ അരപ്പ് ആഡ് ചെയ്യേണ്ടത് തേങ്ങയുടെ കൂടെ കുറച്ച് നട്ട്സ്, പിന്നെ 2 പട്ട, പിന്നെ ഏലക്ക തൊലി കളഞ്ഞത് ഒരെണ്ണം. ഇത്രയും ഞാൻ നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. ആ ഒരു അരപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് വീണ്ടും നമ്മളൊന്ന് തിളപ്പിക്കാൻ വെക്കണം. വീണ്ടും തിളച്ച് നല്ല കുറുകി വരുമ്പം ഇതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടും കേട്ടോ. അപ്പം ഇത് നല്ല അടിപൊളി ഒരു കണവ കറിയാണ്. അപ്പം നമുക്ക് എരിവിനനുസരിച്ച് കുറച്ച് പെപ്പർ പൗഡർ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. നല്ല എരിവ് ഇഷ്ടമുള്ളവർക്ക്, ചിലർക്ക് കണവ അല്ലെങ്കിൽ കൂന്തൽ കറിയൊക്കെ വയ്ക്കുമ്പോൾ നല്ല പെപ്പർ നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം എരിവ് വേണം എന്നുള്ളവർക്ക് നല്ല പെപ്പർ പൗഡർ ആഡ് ചെയ്യാം. കാരണം ഒത്തിരി എരിവ് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുത്തു. ഉപ്പ് ആവശ്യത്തിന് വീണ്ടും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ല തിക്കായിട്ടുള്ള ഒരു കണവ അല്ലെങ്കിൽ കൂന്തൽ കറി നമുക്ക് കിട്ടും കേട്ടോ. അപ്പം ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും എല്ലാം നമുക്ക് കഴിക്കാം. നല്ല അടിപൊളി കറിയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബൈ.